next one is water pollution and its control. ഈ ജലമലിനീകരണവും അതിൻ്റെ കൺട്രോളും എങ്ങനെയാണെന്നാണ് അടുത്ത് നോക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വാട്ടറിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നു. സോ വാട്ടറിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ ചേഞ്ച് വരികയാണെങ്കിൽ, ഏതെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് വരുന്നതിനാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ എയർ പൊല്യൂഷൻ പറഞ്ഞ പോലെ തന്നെ. സോ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജലമലിനീകരണം. സോ നമ്മൾ മനുഷ്യന്മാർ ഒരുപാട് നമുക്കുള്ള ഈ വാട്ടർ ബോഡീസ് എല്ലാം, നമുക്ക് അറിയുന്ന എല്ലാ വാട്ടർ ബോഡീസും നമ്മൾ ഒരുപാട് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. അറൗണ്ട് ദ വേൾഡ് നമ്മൾ നമ്മുടെ വാട്ടർ ബോഡീസിനൊക്കെ ഒരുപാട് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഈ വാട്ടറിലോട്ട് നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ട്, സോ എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും ഈ വാട്ടറിലോട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ആ വാട്ടറിനെ ഒരുപാട് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. അതായത് എബ്യൂസ് ചെയ്യുന്നുണ്ട് വാട്ടർ ബോഡീസിനെയൊക്കെ. സോ നമ്മുടെ ഒരു വിശ്വാസമാണ് വാട്ടർ ക്യാൻ വാഷ് എവേ എവ്രിതിങ്. സോ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഈ വാട്ടർ എല്ലാത്തിനെയും വാഷ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഇതാണ് വാട്ടർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലൈൻ എന്നാണ്. നമ്മുടെ മാത്രമല്ല എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ലൈഫ് ലൈനുകളാണ് വാട്ടർ ബോഡീസ്. സോ നമുക്കറിയാവുന്ന ഏതൊക്കെ തരത്തിലാണ് നമ്മൾ നമ്മുടെ റിവറുകളെയും അല്ലെങ്കിൽ വാട്ടർ ബോഡീസിനെയും നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് ഈ വാട്ടർ ബോഡീസിൽ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യാനായിട്ട്, വാഷ് ചെയ്യാനായിട്ട്. ചില സ്ഥലങ്ങളിൽ ക്ലോത്ത്, തുണികൾ കഴുകുന്നു, അല്ലെങ്കിൽ മൃഗങ്ങളെ കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ വാഹനങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വാട്ടർ ബോഡീസിൽ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സോ ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ വാട്ടർ ബോഡീസ് എല്ലാം തന്നെ പൊല്യൂട്ടഡ്. സോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം വാട്ടർ ബോഡീസൊക്കെ പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. സോ പോണ്ട്, ലേക്ക്, സ്ട്രീം, റിവർ, എസ്റ്ററീസ്, ഓഷ്യൻസ്, ഇതുപോലത്തെ എല്ലാ വാട്ടർ ബോഡീസും നമ്മുടെ ഹ്യൂമൻ കൈൻഡ് ആക്ടിവിറ്റീസ് കാരണം എന്താ? എല്ലാം പൊല്യൂട്ടഡ് ആണ്. നമ്മുടെ ഓൾ ഓവർ ദ വേൾഡ്, സെവറൽ പാർട്സ് ഓഫ് ദ വേൾഡിൽ ഈ പറഞ്ഞ മിക്കവാറും വാട്ടർ ബോഡീസ് എന്താണ്? പൊല്യൂട്ടഡ് ആണ്. സോ നമ്മുടെ വാട്ടറിൻ്റെ, അതായത് ഈ ജലത്തിൻ്റെ ക്ലെൻലിനെസ്, അതിൻ്റെ ആ ശുദ്ധത നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മുടെ ഈ ജലം അമൂല്യമാണ്, നമ്മുടെ ലൈഫ് ലൈനാണ് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും. സോ അതങ്ങനെ പൊല്യൂട്ട് ചെയ്യാൻ പാടുള്ളതല്ല, അതിനെ മലിനീകരിക്കാൻ പാടുള്ളതല്ല. സോ അത് തടയാനായിട്ട് എത്രത്തോളം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ ജലത്തെ, നമ്മുടെ വാട്ടർ ബോഡീസിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാട്ടർ ആക്ട് 1974. 1974 വാട്ടർ ആക്ട്, അതായത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ. നമ്മൾ എയറിനെ പറഞ്ഞ പോലെ തന്നെ എയർ ആക്ട് എന്ന് പറഞ്ഞ പോലെ വാട്ടർ ആക്ട്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ 1974 അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ആക്ട് പാസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സേഫ് ഗാർഡ് അവർ വാട്ടർ റിസോഴ്സ്. നമ്മുടെ വാട്ടർ റിസോഴ്സസിനെ എല്ലാം തന്നെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1974 വാട്ടർ ആക്ട്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ, അത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് പാസ് ചെയ്തിട്ടുണ്ട്. സോ അത് പ്രകാരം ഒരുപാട് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് അനുസരിച്ച് വാട്ടർ ബോഡീസിൽ നമ്മളിങ്ങനെ അനാവശ്യമായി സാധനങ്ങളിട്ട് ജലത്തെ മലിനീകരിക്കാൻ പാടുള്ളതല്ല. സോ ഇനി അടുത്തത് പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ട് ഉള്ള സീവേജുകൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസുകൾ എന്തൊക്കെയാണ്. സോ വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് വാട്ടർ പൊല്യൂഷന് ലീഡ് ചെയ്യുന്ന സംഭവങ്ങൾ. സോ ഡൊമസ്റ്റിക് സീവേജ് വാട്ടർ പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന എഫ്ലുവൻസ്, അതൊക്കെ വാട്ടർ പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ അതൊക്കെ വാട്ടർ പൊല്യൂഷന് കാരണമാണ്. സോ നമ്മൾ ഇത്രയും ഒരു കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും എമൗണ്ട് ഓഫ് 99% വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഡൊമസ്റ്റിക് സീവേജ് ആണ് ഈ റെഡ് കളർ കാണിച്ചേക്കുന്നത്. സോ ഇത്രയും വാട്ടർ കണ്ടൻറ്റിൽ അല്ലെങ്കിൽ ഇത്രയും വാട്ടർ ബോഡിയിൽ നമ്മുടെ ഡൊമസ്റ്റിക് സീവേജ്
ഇത്രയും പെർസെൻറ്റേജ് ഒരു 1% ആണ് ഇവിടെ കാണിക്കുന്നത് റേറ്റ്. ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് 0.1% ആണ്. ആ ഇംപ്യൂരിറ്റീസ് ഇത്രയും വാട്ടറിൽ 0.1% ഉണ്ടെങ്കിൽ പോലും മേക്ക് ദ ഡൊമസ്റ്റിക് സീവേജ് അൺഫിറ്റ് ഫോർ ഹ്യൂമൻ യൂസ്. സോ മനുഷ്യന് ഉപയോഗിക്കാൻ പാകത്തിന് പറ്റാത്ത തരത്തിലാണ് ജസ്റ്റ് ഒരു 1% ഇംപ്യൂരിറ്റീസ് പോലും ഡൊമസ്റ്റിക് സീവേജിലുണ്ടെങ്കിൽ. സോ നമ്മൾ ഈ വാട്ടർ വെച്ച് നമ്മുടെ വീടുകളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ നമ്മുടെ വീടുകളിലും സിറ്റിയിലും ടൗണിലൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമ്മളെല്ലാം കഴുകാനും വാഷ് ചെയ്യാനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടറിനെയാണ്. സോ എവിടെ നിന്നാണ് നമ്മുടെ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ മെട്രോ സിറ്റി ടൗണിൽ നിന്നൊക്കെ പോകുന്ന ആ സീവേജ് എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ വീടുകളിലെ അല്ലെങ്കിൽ സിറ്റി ടൗൺ എവിടെ എല്ലായിടത്തെയും ഈ സീവേജ് വാട്ടർ വേസ്റ്റ് വാട്ടറുകൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് തന്നെ വില്ലേജിലാണെങ്കിൽ ഈ വേസ്റ്റ് വാട്ടറുകൾ അല്ലെങ്കിൽ സീവേജ് എങ്ങോട്ടാണ് പോകുന്നത്? ഈ സീവേജുകൾ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറുകൾ അത് നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്തുള്ള റിവർ അല്ലെങ്കിൽ അങ്ങനത്തെ വാട്ടർ ബോഡീസിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യം. സോ നമ്മൾ ഒരു 10th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. സോ ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുപോലത്തെ ഡൊമസ്റ്റിക് ആയാലും അല്ലെങ്കിൽ സീവേജുകളൊക്കെ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളതുള്ളൂ. അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ദാറ്റ് ലീഡ് ടു വാട്ടർ പൊല്യൂഷൻ. സോ ഈ പറഞ്ഞ 99% ആയിട്ടുള്ള ഈ ഡൊമസ്റ്റിക് സീവേജിൽ ഇത്രയും 1% കൊണ്ട് തന്നെ ഈ വാട്ടർ എന്ന അൺഫിറ്റ് ഫോർ ഹ്യൂമൻ യൂസ്. എന്തൊക്കെയാണ് ഈ ഇംപ്യൂരിറ്റീസ്? 0.1% ഇംപ്യൂരിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന്, സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ്. സോ സസ്പെൻഡഡ് സോളിഡ് എക്സാമ്പിൾ പറയുന്നത് സാൻഡ്, സ്ലിറ്റ്, ക്ലേ പോലത്തെ സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ആണ് ഇംപ്യൂരിറ്റീസ്. 0.1% ഇംപ്യൂരിറ്റീസിൽ ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൊളോയിഡൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. സോ കൊളോയിഡൽ മെറ്റീരിയൽസ് എക്സാമ്പിൾ പറയുന്നത് ഫീക്കൽ മാറ്റർ, ബാക്ടീരിയ, ക്ലോത്ത്, പേപ്പർ ഫൈബേഴ്സ്. ഇതൊക്കെയാണ് നമ്മുടെ കൊളോയിഡൽ മാറ്റേഴ്സ് ഇംപ്യൂരിറ്റീസിൽ കാണപ്പെടുന്നത്. ഫീക്കൽ മാറ്റർ, ബാക്ടീരിയ, ക്ലോത്ത് ആൻഡ് പേപ്പർ ഫൈബറുകളൊക്കെ കൊളോയിഡൽ മാറ്ററാണ് ഇംപ്യൂരിറ്റീസിൽ കാണപ്പെടുന്നത്. അതുപോലെ ഈ ഇംപ്യൂരിറ്റിയിൽ 0.1% ഉള്ള എത്ര പേര് ഡിസോൾഡ് മെറ്റീരിയൽസും ഉണ്ട്. ഡിസോൾഡ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ന്യൂട്രിയൻസുകളെയാണ് ഡിസോൾഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞത്. ഏതൊക്കെ ന്യൂട്രിയൻസ്? നൈട്രേറ്റ്, അമോണിയ, ഫോസ്ഫേറ്റ്, സോഡിയം, കാൽസ്യം. സോ നൈട്രേറ്റ്, അമോണിയ, ഫോസ്ഫേറ്റ്, സോഡിയം, കാൽസ്യം പോലത്തെ ന്യൂട്രിയൻസുകൾ അല്ലെങ്കിൽ അതുപോലത്തെ ഡിസോൾഡ് മെറ്റീരിയൽസും ഇംപ്യൂരിറ്റീസിൽ വരുന്നു. സോ ടോട്ടൽ 100%ൽ 99% വാട്ടറിൽ ജസ്റ്റ് ഇംപ്യൂരിറ്റീസ് 0.1% ഉണ്ടെങ്കിൽ പോലും ആ ഡൊമസ്റ്റിക് സീവേജ് അൺഫിറ്റ് ഫോർ ഹ്യൂമൻ യൂസ്, മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലാകുന്നു. ആ ഇംപ്യൂരിറ്റീസ് സസ്പെൻഡഡ് സോളിഡ് ലൈക്ക് സാൻഡ്, സ്ലിറ്റ്, ക്ലേ, അതുപോലെ കൊളോയിഡൽ മെറ്റീരിയൽ, ഫീക്കൽ മാറ്റർ, ബാക്ടീരിയ, ക്ലോത്ത് ആൻഡ് പേപ്പർ ഫൈബേഴ്സ്, ഡിസോൾഡ് മെറ്റീരിയൽസ് ലൈക്ക് ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? നൈട്രേറ്റ്, അമോണിയ, ഫോസ്ഫേറ്റ്, സോഡിയം ആൻഡ് കാൽസ്യം. ഇതൊക്കെയാണ് ഈ കാണുന്ന 0.1% വരുന്ന ഇംപ്യൂരിറ്റീസ്. ഈ പറഞ്ഞ സീവേജിന്, ഡൊമസ്റ്റിക് സീവേജിന് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലാക്കുന്ന ഇംപ്യൂരിറ്റീസ് ഇതൊക്കെയാണ്. സോ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ സീവേജ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എങ്ങനെയാണ് ഗാർഹിക മലിനജലങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടത്. പ്രൈമറി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ നമ്മൾ ആ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വാട്ടറിനെ നിയറസ്റ്റ് വാട്ടർ ബോഡീസിൽ അല്ലെങ്കിൽ ആ സീവേജിലെ റിമൈനിങ് ആ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് മാത്രമേ നിയറസ്റ്റ് വാട്ടർ ബോഡീസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രൈമറി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞു സോളിഡുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. സോളിഡ്സ് ആർ റിലേറ്റീവ്ലി ഈസി ടു റിമൂവ്. കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി സോളിഡ്സുകളെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ ആദ്യം ആ സോളിഡ്സുകളൊക്കെ റിമൂവ്ഡ് ആവണം നമ്മൾ പറഞ്ഞു. അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ളത് സോ ഡൊമസ്റ്റിക് സീവേജിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറിലി റിമൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. സോ ഡൊമസ്റ്റിക് സീവേജിൽ പ്രൈമറിലി മെയിനായിട്ട് ഡിഫിക്കൽട്ടായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്?
സോ ഡിഫിക്കൽട്ട് ടു റിമൂവ് ഡിസോൾവ്ഡ് സോൾട്ട്. സോ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളെ റിമൂവ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. എന്നാൽ ഡിഫിക്കൽട്ട് ഏതൊക്കെയാണ്? ഡിഫിക്കൽട്ട് ടു റിമൂവ് ഡിസോൾവ്ഡ് സോൾട്ടുകൾ, ഡിസോൾവ്ഡ് ഫോമിലുള്ള സോൾട്ടുകൾ ലൈക്ക് നൈട്രേറ്റ്, ഫോസ്ഫേറ്റ് ആൻഡ് ന്യൂട്രിയൻസ്, ടോക്സിക് മെറ്റൽ അയോൺസ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്, ഇതുപോലത്തെയുള്ള ഐറ്റംസിനെയൊക്കെയാണ് റിമൂവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. നോർമലി നമ്മൾ പറഞ്ഞു സോളിഡ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് ഈ സീവേജിൽ നിന്ന്, ഗാർഹിക മലിനജലത്തിൽ നിന്ന് എളുപ്പമാണ്. എന്നാൽ ഡിഫിക്കൽട്ട് ടു റിമൂവ് ഡിസോൾവ്ഡ് സോൾട്ട്സ് ലൈക്ക് നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, ന്യൂട്രിയൻസ്, ടോക്സിക് മെറ്റൽ അയോൺസ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ടുകളെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സീവേജിൽ, ഗാർഹിക മലിനജലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രൈമർലി ഏറ്റവും കൂടുതൽ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററുകളാണ്. ബയോഡിഗ്രേഡ്, സോ മൈക്രോ ഓർഗാനിസത്തിന് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്, ഡികമ്പോസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഓർഗാനിക് മാറ്ററുകളായിരിക്കും നമ്മുടെ ഡൊമസ്റ്റിക് സീവേജിൽ ഉണ്ടാവുക. സോ ഡൊമസ്റ്റിക് സീവേജിൽ പ്രൈമർലി ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററുകളായിരിക്കും പ്രധാനമായിട്ട് കാണപ്പെടുക. ആ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഡൊമസ്റ്റിക് സീവേജിലുള്ളതിനെ ഡീകമ്പോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം. സോ അവിടെ ഡീകമ്പോസിഷൻ നടക്കുന്നു. സോ മൈക്രോ ഓർഗാനിസംസ് ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ, എവിടെയുള്ളത്? ഡൊമസ്റ്റിക് സീവേജിലുള്ള പ്രധാനമായും കാണപ്പെടുന്ന ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ചെയ്യുന്നു. ആ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? വിച്ച് ക്യാൻ മൾട്ടിപ്ലൈ, അവരുടെ എണ്ണം കൂടുന്നു യൂസിങ് ദീസ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. നമ്മുടെ ഡൊമസ്റ്റിക് സീവേജിലുള്ള ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസ് വെച്ചിട്ട് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു? ദീസ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആസ് സബ്സ്ട്രേറ്റ്, ആ ഓർഗാനിക് മാറ്ററിനെ സബ്സ്ട്രേറ്റ് ആയിട്ട് മാറ്റി യൂട്ടിലൈസ് ചെയ്ത് ആൻഡ് ഹെൻസ് യൂട്ടിലൈസ് സം ഓഫ് ദ കോമ്പണൻസ് ഓഫ് സീവേജ്. ആ മലിനജലത്തിലെ സീവേജിലെ ആ ചില കോമ്പണൻസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ആര്? മൈക്രോ ഓർഗാനിസം. സോ എന്താണ് സംഭവിക്കുന്നത്? ഡൊമസ്റ്റിക് സീവേജിലുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഡികമ്പോസ് ചെയ്യുകയും ആ മൈക്രോ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഓർഗാനിക് സബ്സ്റ്റൻസുകളെ യൂസ് ചെയ്തിട്ട് ആ മൈക്രോ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഓർഗാനിക് സബ്സ്റ്റൻസുകളെ ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ അതിലുള്ള ആ സീവേജിലുള്ള കമ്പോണൻസിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ സീവേജിലുള്ള ആ ഓർഗാനിക് മാറ്ററിനെ ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെ ആ സീവേജിലുള്ള ഓർഗാനിക് മാറ്ററുകൾ കുറയാൻ തുടങ്ങുന്നു. അതിനെ മുഴുവൻ ഈ ഡീകമ്പോസേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു എസ്റ്റിമേറ്റ്, നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാം. എന്താ എസ്റ്റിമേറ്റ്? ദ എമൗണ്ട് ഓഫ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ് വാട്ടർ. ഈ ഗാർഹിക മലിനജലത്തിലുള്ള അല്ലെങ്കിൽ സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിനെ, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബൈ മെഷറിങ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ സീവേജിൽ അല്ലെങ്കിൽ പറഞ്ഞ നമ്മുടെ പൊള്യൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ആ ഗാർഹിക മലിനജലത്തിൽ അവിടെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് പറ്റും? അവിടുത്തെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ സീവേജിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ സീവേജ് വാട്ടറിലുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ നമുക്ക് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണേ? അത് മനസ്സിലാക്കുന്നത് ആ സീവേജ് വാട്ടറിൽ നമ്മൾ എന്ത് മെഷർ ചെയ്യുമ്പോഴാണ്? BOD മെഷർ ചെയ്യുമ്പോൾ. BOD എന്താണ്? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ ആ സീവേജ് വാട്ടറിൻ്റെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വെച്ചിട്ട് നമുക്ക് ആ സീവേജ് വാട്ടറിൽ എത്രത്തോളം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ ഒരു നോർമൽ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്യുവർ വാട്ടർ അല്ലെങ്കിൽ വാട്ടറിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ, ഒരു വാട്ടർ ബോഡിയിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയുള്ള എക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ സർവൈവൽ.
സോ ആ ജലത്തിൽ ജീവിക്കുന്ന ആ അക്വാട്ടിക് ഓർഗാനിസത്തിന്, അവിടെയുള്ള ജീവജാലങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് എത്രത്തോളമാണ് എന്നുള്ളത്. സോ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണെങ്കിൽ മാത്രമേ, അത് നല്ലവണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ള അക്വാട്ടിക് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് വേസ്റ്റുകൾ നമ്മുടെ വാട്ടറിലുണ്ടെങ്കിൽ, ഈ വാട്ടറിൽ നമ്മുടെ വാട്ടർ ബോഡീസിൽ ഓർഗാനിക് വേസ്റ്റുകളോ ഇൻഓർഗാനിക് വേസ്റ്റുകളോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ കണ്ടൻറ്റിനെ കുറയ്ക്കാൻ തുടങ്ങുന്നു. സോ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ സർവൈവലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ആ ഓർഗാനിസത്തിന് ആ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇൻഓർഗാനിക് വേസ്റ്റുകളോ ഓർഗാനിക് കണ്ടൻറ്റുകളോ വാട്ടറിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിസോൾവ്ഡ് ഓക്സിജൻ ആ വാട്ടർ ബോഡിയിൽ കുറവാണ് എന്നാണ് അർത്ഥം. സോ നമ്മുടെ വാട്ടറിൽ ഒരു 8 മില്ലിഗ്രാം ലിറ്റർ -1 അത്രത്തോളമാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. അതായത് 8 മില്ലിഗ്രാം ലിറ്റർ -1 കുറവാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്നെങ്കിൽ അർത്ഥം ആ വാട്ടർ ബോഡി കണ്ടാമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആണ്, മലിനീകരണം സംഭവിച്ച വാട്ടർ ബോഡിയാണെന്നർത്ഥം. 8 മില്ലിഗ്രാം ലിറ്റർ -1 അതിനേക്കാളും താഴെയാണെങ്കിൽ. എന്നാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് 4 മില്ലിഗ്രാം ലിറ്റർ -1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹെവിലി പൊല്യൂട്ടഡ് എന്നാണ്. സോ 8 മില്ലിഗ്രാം ലിറ്റർ -1 ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റിൻ്റെ അർത്ഥം എന്താണ്? വാട്ടർ ബോഡി കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആണ്. ഈ 4 മില്ലിഗ്രാം ലിറ്റർ -1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഹെവിലി ഒരുപാട് പൊല്യൂട്ടഡ് ആണ് എന്നാണ് അർത്ഥം. സോ ഹയർ ദ എമൗണ്ട് ഓഫ് ഓർഗാനിക് പൊല്യൂട്ടൻസ്, നമ്മൾ പറഞ്ഞു ഓർഗാനിക് ആയിട്ടുള്ള ഇൻഓർഗാനിക് ആയിട്ടുള്ള മാറ്ററുകൾ അല്ലെങ്കിൽ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് കുറയാൻ തുടങ്ങുന്നു. സോ അവിടെ അങ്ങനെയുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് കുറവുള്ള വാട്ടർ ബോഡീസിൽ അക്വാട്ടിക് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ സാധ്യമല്ല. സോ ഹയർ ദ എമൗണ്ട് ഓഫ് ഓർഗാനിക് പൊല്യൂട്ടൻസ്, ഓർഗാനിക് പൊല്യൂട്ടൻസിൻ്റെ എമൗണ്ട് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? ഹയർ ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ. സോ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഓർഗാനിക് പൊല്യൂട്ടൻസ് വെള്ളത്തിൽ അല്ലെങ്കിൽ വാട്ടറിൽ കൂടുകയാണെങ്കിൽ അവിടെ ഡീകമ്പോസിഷൻ്റെ റേറ്റ് കൂടുന്നു. ആൻഡ് ഡീകമ്പോസിഷൻ്റെ റേറ്റ് കൂടുമ്പോൾ അവിടെ ഓക്സിജൻ കൺസംഷൻ കൂടുന്നു. അതിൻ്റെ അർത്ഥം അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് കുറയാൻ തുടങ്ങുന്നു. എങ്ങനെയാണ് ഒരു വാട്ടർ ബോഡിയിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് കുറയുന്നത്? അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓർഗാനിക് പൊല്യൂട്ടൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട്, കോൺസെൻട്രേഷൻ വാട്ടർ ബോഡീസിൽ കൂടുകയാണെങ്കിൽ, ഓർഗാനിക് പൊല്യൂട്ടൻസ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ കൂടുകയാണെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ഡീകമ്പോസിഷനും കൂടുന്നു. അതായത് ഡീകമ്പോസിഷൻ നടത്തുന്നു. അപ്പോൾ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ കൂടുന്നു. റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓക്സിജൻ ആവശ്യമാണ്. സോ ഓക്സിജൻ കൺസംഷനും കൂടുന്നു. ഓക്സിജൻ കൺസംഷൻ ആ വാട്ടറിൽ കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? അത് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് ഇൻ ദ വാട്ടർ. വാട്ടറിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റിനെ കുറയ്ക്കാൻ തോന്നുന്നു. ബിക്കോസ് അവിടുത്തെ ഓക്സിജൻ കൺസംഷൻ ഒക്കെ കൂടി. എപ്പോഴാണ് ഓക്സിജൻ കൺസംഷൻ കൂടിയത്? ഡീകമ്പോസിഷൻ റേറ്റ് കൂടിയപ്പോൾ. എപ്പോഴാണ് ഡീകമ്പോസിഷൻ റേറ്റ് കൂടിയത്? അവിടുത്തെ ഓർഗാനിക് പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിൻ്റെ എമൗണ്ട് കൂടിയപ്പോൾ. സോ ഡിമാൻഡ് ഫോർ ഓക്സിജൻ, ഓക്സിജൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു വെള്ളത്തിൽ, ഒരു വാട്ടർ ബോഡിയിൽ ഓക്സിജൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻക്രീസിങ് ദ ഇൻപുട്ട് ഓഫ് ഓർഗാനിക് വേസ്റ്റ്. അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ ഓക്സിജൻ്റെ ഡിമാൻഡ് ഒരു വാട്ടർ ബോഡിയിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്ന ഇതിനെ സംബന്ധിച്ചാണ് അവിടെയുള്ള ഇൻക്രീസിങ് ഇൻപുട്ട് ഓഫ് ഓർഗാനിക് വേസ്റ്റ്. എത്രത്തോളം ഓർഗാനിക് വേസ്റ്റുകളുണ്ടോ അതിൻ്റെ ഇൻക്രീസിനെയാണ് ഡിമാൻഡ് ഫോർ ഓക്സിജൻ എന്ന് പറഞ്ഞത് പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്നത്. സോ ഡിമാൻഡ് ഫോർ ഓക്സിജൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻക്രീസ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഓഫ് ഓർഗാനിക് വേസ്റ്റ്. അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഓക്സിജൻ
റിക്വയർഡ് ബൈ എയ്റോബിക് ഡിക്കമ്പോസേഴ്സ്. നമ്മൾ പറഞ്ഞ അവിടെ എന്താ ഡിക്കമ്പോസിഷൻ നടക്കുന്നു, ഡിക്കമ്പോസേഴ്സ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിക്കമ്പോസിഷൻ നടക്കുന്നു. സോ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓക്സിജനെ നമ്മൾ മെഷർ ചെയ്യാണ്. എത്രത്തോളം ഓക്സിജൻ വേണം ആർക്ക്? റിക്വയർഡ് ബൈ എയ്റോബിക് ഡിക്കമ്പോസേഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഡിക്കമ്പോസേഴ്സിന് ഫോർ ബയോകെമിക്കൽ ഡിഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. സോ വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ ബയോകെമിക്കലി ഡിഗ്രേഡ് ചെയ്യാനായിട്ട്, ആർക്ക് ഡിഗ്രേഡ് ചെയ്യാനായിട്ട്? എയ്റോബിക് ആയിട്ടുള്ള ഡിക്കമ്പോസേഴ്സിന് എത്രത്തോളം ഓക്സിജൻ ആവശ്യമുണ്ട്, അതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ട് മെഷർ ചെയ്യണം. നമ്മൾ മെഷർ ചെയ്യണം എത്ര എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് നമ്മുടെ എയ്റോബിക് ആയിട്ടുള്ള ഡിക്കമ്പോസേഴ്സ് വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ ബയോകെമിക്കലി ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എത്രത്തോളം ഓക്സിജൻ അവർക്ക് ആവശ്യമുണ്ട്, അതിനെയാണ് BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്.